Hello everyone. Today we are going to learn a new chapter. The name of the chapter is The Story of Brooklyn Bridge. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതിനു മുൻപ് പഠിച്ച കഥയോ കവിതയോ പോലെയല്ല. ഇത് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചുള്ള കഥയാണ്. ന്യൂയോർക്കിനെ ലോങ് ഐലൻഡുമായി ബന്ധിപ്പിക്കാൻ ഒരു തൂക്കുപാലം പണിയാൻ തയ്യാറായ എഞ്ചിനീയറായ ജോൺ റോബ്ലിങ്ങിനെ കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ജോൺ റോബ്ലിംഗ്, വാഷിങ്ടൺ റോബ്ലിംഗ്, എമിലി വാരൻ റോബ്ലിംഗ്. ജോൺ റോബ്ലിംഗ് ഈ പാലം പണി തുടങ്ങുന്നതിന് മുൻപും പണി തുടങ്ങിയ ശേഷവും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്, അതിനെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹവും കുടുംബവും തരണം ചെയ്തത് എന്നൊക്കെയാണ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ നമുക്ക് പ്രചോദനം തരുന്ന ഒരു കഥയാണ് ഇത്. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് പാരഗ്രാഫ്. An engineer named John Roebling was inspired by an idea of building a magnificent suspension bridge connecting New York with Long Island. He had put forward his idea to the bridge building experts throughout the world, but no one was interested even to think about it further and asked John to forget it. According to them, it was a very difficult task, something which had never been attempted before and is not practical. Roebling, however, was determined and would not think of ignoring his dream. ന്യൂയോർക്കിനെ ലോങ് ഐലൻഡുമായി ബന്ധിപ്പിക്കാൻ അതിമനോഹരമായൊരു തൂക്കുപാലം പണിയണം എന്ന ആശയം എഞ്ചിനീയറായ ജോൺ റോബ്ലിങ്ങിൻ്റെ മനസ്സിൽ ഉദിക്കുകയാണ്. അദ്ദേഹം ഈ ആശയം പാലം പണിയുന്നതിൽ വിദഗ്ധരായ ലോകമെമ്പാടുമുള്ള എഞ്ചിനീയർമാരോട് പങ്കുവച്ചെങ്കിലും അവരെല്ലാം തന്നെ ജോൺ റോബ്ലിങ്ങിനെ നിരുത്സാഹപ്പെടുത്തുകയും ഈ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് മറക്കാനുമാണ് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ഒരു തൂക്കുപാലം നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും അപ്രായോഗികവുമാണെന്നാണ് മറ്റ് എഞ്ചിനീയർമാരുടെ അഭിപ്രായം. എല്ലാവരും ജോൺ റോബ്ലിങ്ങിനെ പിന്തിരിപ്പിച്ചെങ്കിലും അദ്ദേഹം തൻ്റെ സ്വപ്ന പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. He thought about it day and night and wanted to share it with someone who would believe in his idea. John's son Washington was a naive engineer then. He trusted his father's vision and believed that the bridge could be built. ജോൺ റോബ്ലിംഗ് രാവും പകലും വ്യത്യാസമില്ലാതെ ഈ പാലത്തിനെ കുറിച്ചായി ചിന്ത. അദ്ദേഹം തൻ്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമായി പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പങ്കിടാൻ ആഗ്രഹിച്ചു. ജോൺ റോബ്ലിങ്ങിൻ്റെ മകനായ വാഷിങ്ടണും ഒരു എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം ഒരു തുടക്കക്കാരനായതുകൊണ്ട് വലിയ കൺസ്ട്രക്ഷനുകളിൽ എക്സ്പീരിയൻസ് കുറവായിരുന്നു. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ആശയത്തോട് യോജിക്കുകയും പാലം പണിയാമെന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. John and Washington, working together for the first time, developed concepts of how the bridge could be built. A big challenge lay before them, but they were ready to face it as they had excitement and inspiration deep in their heart. They hired their crew, and the construction of their dream bridge began on January 3, 1870. ആദ്യമായാണ് ജോൺ റോബ്ലിങ്ങും വാഷിങ്ടണും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന ആശയങ്ങൾ അവർ രണ്ടുപേരും ചേർന്ന് തീരുമാനമെടുത്തു. ഒരു വലിയ വെല്ലുവിളിയാണ് പാലം പണിയുക എന്ന ദൗത്യം. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ പാലം പണിയാൻ വേണ്ട തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ഇരുവരുടെയും സ്വപ്ന പദ്ധതിയായ ബ്രൂക്ലിൻ ബ്രിഡ്ജ് 1870 ജാനുവരി 3 തുടക്കം കുറിക്കുകയും ചെയ്തു. The project started well, but after a year, a tragic accident at the site took John Roebling's life. Hence, Washington took over and was in charge of the bridge. However, after a few months, Washington too suffered paralyzing injury. He was not able to walk or talk. With no one to supervise, the construction stopped. വളരെ നല്ല രീതിയിൽ പാലത്തിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കെ ഒരു വർഷത്തിനു ശേഷം ജോലി സ്ഥലത്തുണ്ടാകുന്ന ഒരു അപകടത്തിൽ ജോൺ റോബ്ലിംഗ് മരണപ്പെടുന്നു. പിന്നീട് മകൻ്റെ മേൽനോട്ടത്തിൽ പാലം പണി മുന്നോട്ട് പോയി. നിർഭാഗ്യവശാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം വാഷിങ്ടണിനു തളർവാദം പിടിപെട്ടു. നടക്കാനോ സംസാരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പണികളുടെ മേൽനോട്ടം വഹിക്കാൻ ആരുമില്ലാത്തതിനാൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നു. Everyone around the world was negative about the future of the project and felt that it should be taken off as only the Roeblings knew the plan of construction of the bridge. These remarks hurt and shocked Washington, who lay still on the hospital bed. His desire and enthusiasm was still alive. He wanted to get up and continue his work,
but his physical condition did not allow him to. ലോകമെമ്പാടുമുള്ള എല്ലാവരും ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ഭാവി എന്താകും, ഇങ്ങനെ ഒരു ദുരന്തം പാലത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് സംഭവിച്ചത് മൂലം ഇനി ഇത് മുന്നോട്ടു പോകില്ല. ജോൺ റോബ്ലിങ്ങിനും വാഷിങ്ടൺ റോബ്ലിങ്ങിനും മാത്രമേ പാലത്തിൻ്റെ നിർമ്മാണ രഹസ്യങ്ങൾ അറിയുകയുള്ളൂ. അവർക്ക് ഇനി ഇത് പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായതുകൊണ്ട് പാതി പൂർത്തിയായ പാലം നീക്കം ചെയ്യണമെന്ന് അഭിപ്രായപ്പെടാൻ തുടങ്ങി. ആശുപത്രിയിൽ കഴിയുന്ന വാഷിങ്ടണിനെ ഈ കാര്യങ്ങൾ വളരെയധികം വേദനിപ്പിച്ചു. അസുഖബാധിതനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഉത്സാഹവും അപ്പോഴും സജീവമായിരുന്നു. എഴുന്നേറ്റ് ജോലി തുടരാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ അനുവദിച്ചില്ല. Washington could move only one finger, and this gave him an idea. He called his wife Emily and tapped on her arm, indicating her to call back the crew and the engineers. This worked well as Emily started understanding Washington's indications by just the tapping of his finger. She conveyed his instruction to the engineers, and soon the construction of the bridge was back at full swing. For the next 11 years, Washington gave instruction by tapping on Emily's arm, and she patiently decoded his messages and relayed them to the crew. The bridge was finally completed and opened with a big celebration in May 1883. വാഷിങ്ടണിന് ഒരു വിരൽ മാത്രമേ ചലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആശയം നൽകി. തൻ്റെ ഭാര്യയായ എമിലിയെ വിളിച്ച് എമിലിയുടെ കയ്യിൽ അദ്ദേഹം എഞ്ചിനീയർമാരെയും മറ്റു പണിക്കാരെയും തിരികെ വിളിക്കാൻ എഴുതി കാണിച്ചു. അദ്ദേഹം എമിലിയുടെ കയ്യിൽ വരച്ചു കാണിക്കുന്ന സൂചനകൾ ക്രമേണ എമിലിക്ക് നന്നായി മനസ്സിലാകാൻ തുടങ്ങി. അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ എമിലി എഞ്ചിനീയർമാരെ അറിയിച്ചു. താമസിയാതെ പാലം നിർമ്മാണം പുനരാരംഭിച്ചു. 11 വർഷക്കാലം വാഷിങ്ടൺ എമിലിയുടെ കയ്യിൽ എഴുതി കാണിച്ച നിർദ്ദേശങ്ങൾ അവർ ക്ഷമയോടെ മറ്റ് എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും കൈമാറി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 1883 മെയ് മാസത്തിൽ പാലം പണി പൂർത്തിയായി. Today, the 5,1989 feet Brooklyn Bridge stands over the East River as a tribute to the victory of John and Washington's strong spirit, willpower, and determination. It is also a tribute to the engineers who had faith and trust in a man who was half paralyzed and was considered silly by half of the world. The bridge also reflects the love and affection of Emily towards her husband. ജോൺ റോബ്ലിങ്ങിൻ്റെയും വാഷിങ്ടണിൻ്റെയും മനഃശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതീകമായി 5989 അടി നീളമുള്ള ബ്രൂക്ലിൻ പാലം കിഴക്കൻ നദിക്കരയിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്നു. ലോകം മുഴുവൻ എതിർത്തപ്പോഴും തൻ്റെ സ്വപ്നത്തിനു പിറകെ പോയ ജോണിൻ്റെ ശരീരം തളർന്നു പോയിട്ടും ആത്മധൈര്യം കൈവിടാത്ത വാഷിങ്ടണിൻ്റെ ശരീരം തളർന്നു പോയ ഒരു മനുഷ്യനിൽ വിശ്വാസമർപ്പിച്ച മറ്റു എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, അവരുടെയെല്ലാം നേട്ടത്തിൻ്റെ, അഭിമാനത്തിൻ്റെ പ്രതീകമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. സർവോപരി തൻ്റെ ഭർത്താവിനോടുള്ള എമിലിയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതിഫലനം കൂടിയാണ് ഈ പാലം. The story of Brooklyn Bridge portrays a very good example of having a vision, believing in it, and then pursuing it with a never say die attitude. No matter what obstacles you face, if you have a dream, then go ahead and fulfill it. Have strength of mind and be determined in life. The names of John Roebling, Washington Roebling, and Emily Warren Roebling are inscribed on the bridge as its builders. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാതെ നമ്മൾ അതിൽ എത്തിച്ചേരുന്നവരെ കഠിന പ്രയത്നം ചെയ്യണം. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് നേടിയെടുക്കണം എന്നുകൂടിയാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ജോൺ റോബ്ലിംഗ്, വാഷിങ്ടൺ റോബ്ലിംഗ്, എമിലി വാരൻ റോബ്ലിംഗ് എന്നിവരുടെ പേരുകൾ പാലത്തിൻ്റെ നിർമ്മാതാക്കളായി ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്